അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര വെങ്ങിയനല്ലൂർ ചന്ദ്രപുഷ്കരണി കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ധൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇൻഡസെന്റ് ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചന്ദ്ര പുഷ്കരണി തളിക്കുളത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ള വളരെ നേരെയാക്കുന്ന സമയമാണിപ്പോൾ. എന്തുതന്നെയായാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ പ്രസിഡൻറ്റ് ഗോപി ചക്കുന്നൻ്റെ ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വളരെ നല്ല രീതിയിൽ ഈ പണി തീർത്തു വരുന്നു. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളമാണ്. ഭഗവാൻ ശിവൻ്റെ പാദ സ്പർശമേറ്റ ഈ കുളത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എന്തു തന്നെയായാലും ഈ കുളം സംരക്ഷിക്കപ്പെടേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിട്ട് നിൽക്കുന്ന ഗോപിയേട്ടനെ പോലെയുള്ള ടീം ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചന്ദ്രപുഷ്കരണിയുടെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം ഇന്ന് 4-ാം ദിവസം പിന്നിടുമ്പോൾ വലിയ ഒരു മാറ്റമാണ് കുളത്തിൻ്റെ. ഏകദേശം 60-70% വർക്ക് പൂർത്തിയായിരിക്കുന്നു. ഈ കുളം ഇത് നേരാക്കി പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതിലുപരി ഇത് പിന്നീടുള്ളതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് പരിപാലനം തുടങ്ങിയ സകല വിഷയങ്ങളിലും ഇതിൻ്റെ കമ്മിറ്റി കഴിഞ്ഞ 6-7 കൊല്ലം മുൻപ് വിനോദ് പന്തലാടി സെക്രട്ടറി ആയ ഈ കമ്മിറ്റി, അശോക് കൊട്ടാരമഠം ട്രഷററാണ്. അങ്ങനെ ഒരു കമ്മിറ്റി ഇതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ കുളം എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യമുള്ള കുളമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ ചന്ദ്രപുഷ്കരൻ്റെ കുളം ഏകദേശം 4.25 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്നു. ഒരുപക്ഷേ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുളം എന്നതിലുപരി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഏകദേശം 1000-ഓളം ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. ഇവിടുത്തെ ഈ ചന്ദ്രപുഷ്കരണിയിൽ ജലം വറ്റിയാൽ, വെള്ളം താണുപോയാൽ ഇവിടുത്തെ കിണറുകളും മറ്റു കുളങ്ങളും എല്ലാം ഉപയോഗശൂന്യമാകുമെന്ന കാരണത്താൽ തന്നെ ഇത് സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, നമ്മൾക്കറിയാം ഇപ്പോൾ ഈ കുളം വൃത്തിയാക്കുന്നത് ഇൻഡസെന്റ് ബാങ്കിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ധൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. ധൻ ഫൗണ്ടേഷൻ തരുന്ന ഫണ്ടൊന്നും മതിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ ഇപ്പോൾ ഇത്രയും പ്രായമായിട്ട് പോലും രാമകൃഷ്ണന്മാരെയുള്ള വളരെ സീനിയർ അംഗങ്ങൾ വളരെ സമൂഹത്തിൻ്റെ എവിടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തിക്കൊണ്ട് വയസ്സും പ്രായവും നേരവും നോക്കാതെ ഈ ചൂടത്ത് കത്തിക്കരിയുന്ന വെയിലത്ത് പോലെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഈ 4-ാം ദിവസം ഞങ്ങൾ 10 ദിവസം പ്ലാൻ ചെയ്ത ഈ കുളത്തിൻ്റെ പ്രവൃത്തി 4-ാം ദിവസം തന്നെ ഏകദേശം അതിൻ്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. തുടർന്നും ഇത് പരിപാലിക്കാനുള്ള എല്ലാവിധ നടപടികളും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ എത്തി ഞങ്ങളോട് ആശംസ പറഞ്ഞ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കൂടെ എല്ലാ സഹായ വാഗ്ദാനങ്ങളും നൽകിയ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ 23-ാം വാർഡ് മെമ്പറും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ചേലക്കര ഭരണസമിതിയുടെ പ്രതിപക്ഷ നേതാവും കൂടിയായ ശ്രീ ഗോപാലകൃഷ്ണനോട് ഞങ്ങൾ അത്യന്തം സന്തോഷമുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതിൻ്റെ എല്ലാ സഹകരണവും ഇതോടെ നമ്മൾ ലഭിച്ചിരിക്കുകയാണ്.